ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ വളരെ ഫേമസ് ശിവക്ഷേത്രമായ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. കിരാതമൂർത്തി സങ്കല്പത്തിലുള്ള, അതായത് വേട്ടക്കാരൻ്റെ രൂപത്തിലുള്ള പരമശിവൻ ആണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ഉപദേവതകളായി പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ, ശാസ്താവ്, ശ്രീകൃഷ്ണൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. മകരമാസത്തിൽ തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിലുള്ള 8 ദിവസത്തെ കൊടിയേറ്റുത്സവം, കുംഭമാസത്തിലെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം എന്നിവയാണ് അരങ്ങം മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. അരങ്ങം ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവകഥ ഇന്ന് ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നതും ശിവൻ്റെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ശ്രീശൈലം മല്ലികാർജുന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശ്രീശൈലത്തെ മല്ലികാർജുൻ തന്നെയാണ് അരങ്ങത്തപ്പൻ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് ഗുപ്ത സാമ്രാജ്യത്തിലെ അതികായനായിരുന്ന സമുദ്രഗുപ്തൻ ഭാരതഭൂമി മുഴുവൻ ആക്രമിച്ച കൂട്ടത്തിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിലുമെത്തി. അന്ന് ആ ഭാഗം ഭരിച്ചിരുന്ന എല്ലാ രാജാക്കന്മാരെയും ആക്രമിച്ച ശേഷം ശ്രീശൈലത്തുമെത്തി. എന്നാൽ ശ്രീശൈലം ഭാഗം ഭരിച്ചിരുന്ന രാജാവ് സമുദ്രഗുപ്തനുമായി യുദ്ധത്തിലേർപ്പെടാനും തോൽക്കാനും തയ്യാറായില്ല. മഹാശിവഭക്തനായിരുന്ന അദ്ദേഹത്തിന് മഹാദേവനെ വിട്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. എങ്കിലും രാജഗുരുവിൻ്റെ ഉപദേശം മൂലം അദ്ദേഹം തെക്കോട്ട് യാത്ര ചെയ്യാൻ നിർബന്ധിതനാവുകയും ദീർഘനാളത്തെ യാത്രയ്ക്കു ശേഷം ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്തെത്തുകയും ചെയ്തു. തപസ്സിനൊടുവിൽ മഹാദേവൻ കിരാതമൂർത്തി ഭാവത്തിൽ രാജാവിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും താനിന് ഇവിടെ നിത്യസാന്നിധ്യം കൊള്ളുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. തുടർന്ന് അവിടെ സ്വയംഭൂവായി ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. സന്തുഷ്ടനായ രാജാവ് തൻ്റെ സർവസ്വവും മഹാദേവന് സമർപ്പിച്ച് ഇവിടെ തന്നെ രാജ്യം സ്ഥാപിച്ച് ഭരിക്കാൻ തുടങ്ങി.